വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 10. അക്കാലത്ത് പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരി സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവർക്കാർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല. ഭവനങ്ങളും സഹോദരങ്ങളും സഹോദരിമാരും മാതാപിതാക്കളും മക്കളും വയലുകളും അവയ്ക്കൊപ്പം പീഡനങ്ങളും വരുവാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എന്നാൽ മുൻപന്മാരിൽ പലരും പിൻപന്മാരും പിൻപന്മാരിൽ പലരും മുൻപന്മാരുമാകും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വീണ്ടെടുപ്പിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ക്രിസ്തുവിനെ സ്നേഹപൂർവ്വം അനുധാവനം ചെയ്യുവാൻ അഭിമാനപൂർവ്വം ഇറങ്ങി പുറപ്പെട്ട ശിഷ്യഗണം സത്യത്തിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം ദയനീയമാണ്. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് അങ്ങേ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഒന്നും പ്രതീക്ഷിക്കാതെ ആരും ആർക്കും വേണ്ടി നന്മ ചെയ്യുന്നില്ല. എന്നാൽ ക്രിസ്തു അവരെ പഠിപ്പിക്കുന്ന പാഠം നിത്യതയെ പ്രതി ജീവിക്കുവാനും നിത്യരക്ഷയെ പ്രതി മറ്റെല്ലാം ചെറുതായി കാണുവാനുമാണ്. യേശു അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഈ ഭൂമിയിൽ 100 ഇരട്ടി നന്മയുടെ ബലങ്ങളാണ്. അഥവാ നാം ക്രിസ്തുവിനെ പ്രതി നഷ്ടപ്പെടുന്നതെല്ലാം സ്വർഗത്തിലെ ദൈവം നമുക്ക് സമൃദ്ധമായി നൽകുകയും നമ്മെ തൻ്റെ കൃപയുടെ മഹത്വത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യും. ക്രിസ്തുവിനെ പ്രതി നാം ഉപേക്ഷിക്കുന്നവയെല്ലാം നിത്യഭവനത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുമെന്ന വലിയ കൃപാവരവും സുവിശേഷം നൽകുന്നു. പീഡനങ്ങൾ ഇല്ലാതെ ജീവിതത്തിൽ വിജയമോ നിത്യതയുടെ സൗഭാഗ്യമോ ഇല്ല. ജീവിതത്തിൻ്റെ സഹനങ്ങളെ സ്വീകരിക്കുവാൻ ക്രിസ്തു ശിഷ്യൻ സന്നദ്ധത കാണിക്കുമ്പോൾ മാത്രമാണ് നിത്യപിതാവിൻ്റെ സന്നിധിയിൽ അവന് അർഹത ഉണ്ടാവുക, പിതാവിൻ്റെ വത്സല മക്കൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ടാവുക. പീഡനങ്ങൾക്കിടയിൽ യേശു വാഗ്ദാനം ചെയ്യുന്നത് നിത്യജീവനാണ്. നാം ക്രിസ്തുവിനെ പ്രതി അനുഭവിക്കുന്ന എല്ലാ ത്യാഗങ്ങൾക്കും നൊമ്പരങ്ങൾക്കും ഒടുവിൽ നിത്യപിതാവിൻ്റെ സന്നിധിയിൽ നിത്യജീവനുണ്ട് എന്നത് നമുക്ക് വലിയ പ്രത്യാശയും ഈ ഭൂമിയിലെ സഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ബലവും നൽകുന്നു. ക്രിസ്തു ശിഷ്യൻ എല്ലായ്പ്പോഴും തിരസ്കരിക്കപ്പെടുകയോ അവഹേളിക്കപ്പെടുകയോ നിന്ദിക്കപ്പെടുകയോ ചെയ്തേക്കാം. കാരണം ഗുരുവും നാഥനുമായ ക്രിസ്തു ഈ ഭൂമിയിൽ എല്ലാ ദുരനുഭവങ്ങളിലൂടെയും കടന്നുപോയി. അങ്ങനെയെങ്കിൽ ക്രിസ്തു ശിഷ്യനും അതേ പാതയിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ തളരാതെ തകർന്നു പോകാതെ ക്രിസ്തുവിൻ്റെ മുഖം നോക്കി ഈ ജീവിതയാത്ര തുടരുമ്പോൾ ക്രിസ്തു ശിഷ്യരായ നമ്മുടെ ജീവിതവും ധന്യമായി തീരുക തന്നെ ചെയ്യും. സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നന്മയുടെ യാത്രയാണിത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ബലവും ആ പ്രത്യാശയിൽ നിലനിൽക്കുന്നു. നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ മക്കളെന്ന നിലയിൽ നിത്യമായൊരു ജീവിതമുണ്ട് എന്ന ബോധ്യം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ക്രിസ്തു സാക്ഷിയെ ജീവിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നു. നിത്യജീവൻ എന്നത് നിസ്സാരമായി സ്വന്തമാക്കാൻ കഴിയുന്ന ഒന്നല്ല, മറിച്ച് അത് വില കൊടുത്ത് വാങ്ങപ്പെടേണ്ടതാണ്. നമ്മുടെ ജീവിതമാണ് അത് നൽകപ്പെടേണ്ട വില. ആ ജീവൻ്റെ വിലയാണ് ക്രിസ്തു നമുക്ക് സൗജന്യമായി നൽകുവാൻ തൻ്റെ ജീവൻ നൽകി നമ്മെ കൃപയോടുകൂടി വീണ്ടെടുത്തത്. ആ കൃപാവരത്തിന് മുമ്പിൽ നമുക്ക് സ്നേഹപൂർവ്വം അനുധാവനം ചെയ്യുകയും ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ മഹത്വവും കൃപയും ഈ കാലഘട്ടത്തിൽ ജീവിതം വഴി സാക്ഷ്യമാവുകയും ചെയ്യാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.